അപ്പം ഇതുവരെ കടന്നുപോയ ഒരു സമയത്തോടെ അല്ല ഡോക്ടർ ഇപ്പോൾ കടന്നു പോകുന്നത് അല്ലേ? ആകെ മാറ്റം വന്നിരിക്കുകയാണ്. അതെ അതെ, ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പം ഈ വിവാദത്തോടൊക്കെ എങ്ങനെയാണ് ഡോക്ടറുടെ പ്രതികരണം? ഇങ്ങനെയൊന്നും ഒരിക്കലും പത്രസമ്മേളനം ഒന്നും വിളിക്കേണ്ടി വരുന്നതല്ല എന്ന് ഡോക്ടർ മുൻപ് പറഞ്ഞിരുന്നു. അതെ അതെ, അത് ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. പിന്നെ ഇതൊക്കെ രാഷ്ട്രീയമാണല്ലോ, നമ്മൾ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കേണ്ട ഒരു മേഖലയാണ് രാഷ്ട്രീയം, അതെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് എന്നുള്ള വാക്കിന് വലിയ അർത്ഥമൊന്നുമില്ല. എന്ത് പ്രതീക്ഷിച്ചു, പക്ഷെ അത് ഇങ്ങനെ ഒരു കാര്യമായിട്ട് വന്നു. അതിലെനിക്ക് പേഴ്സണലായിട്ട് ദുഃഖമുണ്ട്. നമ്മൾ അനാവശ്യമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്താതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോപിച്ചതിൽ വിഷമം ഉണ്ടായിരുന്നു. അതിലുള്ളൊരു ക്ലാരിറ്റി കൊടുക്കണമെന്ന് തോന്നി. ഞാൻ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് ഇന്നലെ ഞാൻ ക്ലിയർ ആക്കി. ഡോക്ടർ തന്നെ പറയുന്നുണ്ടായിരുന്നു രണ്ടും രണ്ട് വ്യക്തികളാണ്, അങ്ങനെ തന്നെ കാണണം എന്നുള്ളത് അല്ലേ? അതങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്താണ് ക്യാമ്പയിന് വരാത്തത്, എപ്പോഴാണ് ക്യാമ്പയിന് വരിക. ഞാൻ പറയുന്ന കാര്യം, ഞാൻ വർക്ക് ചെയ്യുന്നത് ഷാർജയിലാണ്. ഞങ്ങളുടെ മോൾ അവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ജീവിതത്തിലെ രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് പോകുന്ന രണ്ട് വ്യക്തികളാണ്. എനിക്ക് എൻ്റെ ജോലിയുണ്ട്, ഞാൻ ചെയ്യുന്ന എൻ്റെ ബുക്കിൻ്റെ റിലീസ് കഴിഞ്ഞ നവംബർ 9 തീയതിയായിരുന്നു. മോളുണ്ട്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരു ഭാഗത്തുണ്ട്, സരിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് വേറൊരു രാജ്യത്തിരുന്ന് ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേറെ അർത്ഥം കാണേണ്ട ഒരാവശ്യമില്ല. രണ്ടും രണ്ട് വ്യക്തികളാണ്. ഞാൻ ഒരിക്കലും ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞാൻ രാഷ്ട്രീയം സംസാരിക്കുന്ന ആളേ അല്ല. കാരണം എൻ്റെ വഴി അതാണെന്ന് ഞാൻ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല. ഞാൻ എൻ്റെ വഴി എന്താണ് എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ. ഡോക്ടർ സരൻ പാർട്ടി മാറിയപ്പോൾ അഭിപ്രായം പറഞ്ഞിരുന്നില്ലേ? നിശ്ചയമായിട്ടും പറയുമല്ലോ. ഇപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അതിപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും സരിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യങ്ങളും ഇമ്പോസ് ചെയ്യാറില്ല. അതായത് ഒരാളുടെ മേത്ത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയില്ല. ഇപ്പോൾ ഞാൻ വിദേശത്ത് ജോലി എടുക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു. ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ എൻ്റെ ഫൈനൽ തീരുമാനങ്ങൾ ഞങ്ങൾ ആ വ്യക്തിക്ക് വിട്ടുകൊടുക്കുന്ന രീതിയാണ്. അത് ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തീരുമാനം നമ്മളായിട്ടൊരു തീരുമാനം എടുക്കുമ്പോഴാണ് അതിൻ്റെ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കും അല്ലേ? അത് നമ്മൾ ഓൺ ചെയ്യണ്ടേ? അത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി എൻ്റെ തീരുമാനമായിരിക്കണം. സൗമ്യ സെൻ കരയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. അപ്പം സൗമ്യ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ പ്രചാരണത്തിനായിട്ട് ഇറങ്ങുന്നില്ല എന്നുള്ളത് വ്യാപകമായിട്ടുള്ള ഒരു പരാതിയുമായിരുന്നു, ഒരു ആരോപണവുമായി. അപ്പം അതിനെല്ലാം ഇപ്പോൾ ഒരു പരിസമാപ്തി ആയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യത്തിൽ ഞാൻ ബാക്കിയുള്ളവർക്ക് വിട്ടുകൊടുക്കാറില്ല. അത് എൻ്റെ തീരുമാനം തന്നെയാണ്. ഇറങ്ങണമെങ്കിൽ ഞാൻ ഇറങ്ങും. എനിക്കിപ്പോൾ ആരെങ്കിലും ഞാൻ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? എനിക്ക് ക്യാമ്പയിൻ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ എത്രയോ മുന്നേ തന്നെ വരുമായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ബോധപൂർവ്വം എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്, അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിനെ ഒരിക്കലും ഇങ്ങനെ വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതിന് വേറെ പല അർത്ഥങ്ങളുമാണ് ആളുകൾ കാണുന്നതും പ്രചരിപ്പിക്കുന്നതും. അത് ഒരു പരിധിവരെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അവർ ചെയ്യട്ടെ എന്ന് വിചാരിക്കാം. ഭർത്താവ് രാഷ്ട്രീയത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നല്ല പാതിയും അങ്ങനെ കാണുന്ന ഒരു സമീപനമുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഡോക്ടർ അതിന് തന്നെ ക്ലാരിറ്റിയുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലാണോ പറയുന്നത്? ഞാൻ രാഷ്ട്രീയം ഇല്ല എന്നുള്ളതല്ല, എനിക്ക് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ ഞാൻ ഇതുവരെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയാണെന്നോ പ്രചാരകയാണെന്നോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സരിൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു 2016 മുതൽ. അന്ന് ഞാൻ സരിൻ്റെ കൂടെയുണ്ട്. ഇന്ന് സരിൻ വേറൊരു തീരുമാനം, അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിപ്പോൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തി നമുക്ക് ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ പറ്റുമോ? എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മൾ എന്ത് തീരുമാനം എടുത്താലും അതിന് നല്ലത് പറയാനും ചീത്ത പറയാനും ആളുകളുണ്ടായിരിക്കും. പക്ഷേ ആ തീരുമാനത്തിൽ നമ്മൾ കൺവിൻസ്ഡ് ആവണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് നമ്മുടെ മനസാക്ഷിയെ കൺവിൻസ് ചെയ്യിക്കാൻ സാധിക്കണം. അങ്ങനെ സരിൻ എടുത്തൊരു തീരുമാനമാണ്, അതിൽ സരിൻ മുന്നോട്ട് പോട്ടെ. ഇപ്പോൾ തോളിൽ കൈയിട്ട് നടന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അപ്പോൾ ഇത് സരിന് ഒരു തരത്തിലുള്ള ഈ മത്സരമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സരാർത്ഥിക്ക് അല്ലെങ്കിൽ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു വലിയ പ്രഷർ ഉണ്ടാകും. ആ പ്രഷറിനെയൊക്കെ എങ്ങനെയാണ് സൗമ്യ സമീപിക്കുന്നത്? അത് എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. അത് എനിക്കും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്. അതിലൂടെ നമ്മളത് പോവുക എന്നുള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യം വയസ്സും എക്സ്പീരിയൻസും ഒക്കെ ആയല്ലോ. അതെല്ലാം തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. സരിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൺവിൻസ്ഡ് ആയതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം അദ്ദേഹം അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നത്. ഇപ്പോൾ സനും പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് വിവാദമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിവാദങ്ങളോടൊക്കെ എങ്ങനെയാണ് ഡോക്ടർ പ്രതികരിക്കുന്നത്? സരിൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നമ്മൾ നല്ലത് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും വിവാദമാക്കാനാണ് എല്ലാവർക്കും താല്പര്യം. എല്ലാവർക്കും ഇപ്പോൾ അതാണല്ലോ വേണ്ടത്. അപ്പോൾ അതിനോട് നമ്മൾ കൂടുതൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയം ഉണ്ടാവും. കാരണം
സോഷ്യലി വിസിബിളായിട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മളെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്കൊരു ചട്ടക്കൂട് അല്ലെങ്കിൽ നമുക്കൊരു ആർമർ വേണം, ഒരു പടച്ചട്ട വേണം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ ബാധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ബാധിക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി നമുക്കൊരു ബോധ്യം വേണം. ഇല്ലെങ്കിൽ നമ്മുടെ സമാധാനം ബാക്കിയുള്ളവരുടെ കയ്യിലാവും. അത് ഞാൻ ഒരിക്കലും അനുവദിക്കുന്ന ഒരാളല്ല. അപ്പോൾ എന്തായാലും പാലക്കാട് തന്നെ വോട്ട് ചെയ്യാനാണ് തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഇനിയുള്ള ആ ദിവസങ്ങൾ? ഇപ്പം മറ്റന്നാൾ കൊട്ടിക്കലാസം നടക്കാനിരിക്കുകയാണ്. അപ്പം ഡോക്ടറോടൊപ്പം ഇറങ്ങുന്നുണ്ടോ? ഇല്ല, സരിൻ അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് സരിൻ മുന്നോട്ട് പോട്ടെ. ഇപ്പം എനിക്ക് എൻ്റെ ഭർത്താവിന് വോട്ട് വേണം എന്ന് പുറത്തു പോയി ചോദിക്കാൻ എനിക്കിവിടെ എത്രയോ ഫ്രണ്ട്സും അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആളുകളുണ്ട്. കാര്യം പാലക്കാട്, ഞാനിവിടെ നെന്മാറയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഷാർജയിലേക്ക് താമസം മാറ്റുന്നതിന് മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിവിടെ ഇഷ്ടംപോലെ കോൺടാക്ട്സുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരാൾക്ക്, അതിപ്പോൾ എൻ്റെ ഭർത്താവ് എന്നുള്ളതല്ല, ഒരാൾക്ക് വേണ്ടി വോട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കതിന് വേറെ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ സരിൻ്റേതായിട്ടുള്ള മാർഗ്ഗത്തിൽ മുന്നോട്ട് പോകുന്നു, ഇനി ഞാൻ എൻ്റേതായിട്ടുള്ള മാർഗ്ഗത്തിൽ മുന്നോട്ട്. അപ്പോൾ ഡോക്ടർക്ക് വേണ്ടി വോട്ട് ചോദിക്കുക ഉറപ്പായിട്ടും. അതിനെന്താ സംശയം? കാര്യം എനിക്ക് സരിനിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു സരിൻ്റെ ഭാര്യ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, 21 വർഷമായിട്ട് എനിക്ക് സരിനെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ സരിൻ ഒരു ജനപ്രതിനിധിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ നാടിന് നല്ലതായിരിക്കുമെന്നുള്ള പൂർണ്ണ ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് പറയുന്നതിനും വേറെ അർത്ഥം കാണുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷേ അത് ഞാൻ മാനിക്കുന്നില്ല. ഞാനിത് പറയുന്നത് ഒബ്ജക്റ്റീവായിട്ടുള്ള എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഉറപ്പുള്ള ഒരാളെ പറ്റി എനിക്ക് ഒരാളോട് വോട്ട് ചോദിക്കുന്നതിൽ അതിലൊരു കുറവുമില്ല. കാര്യം ഞാൻ എൻ്റെ മനസ്സ് തട്ടിയിട്ടാണ്, തികഞ്ഞ ബോധ്യത്തോടു കൂടിയാണ് ആ വോട്ട് ചോദിക്കുന്നത്. ഇടതുപക്ഷത്തേക്ക് വന്നുവെങ്കിലും സരിൻ എന്ന വ്യക്തിക്ക് മാറ്റമില്ല. അപ്പോൾ സരിൻ നൽകുന്ന വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. സരിൻ എന്നുള്ള വ്യക്തി എൻ്റെ അറിവിൽ എനിക്കറിയുന്ന 2003 മുതൽ മാറിയിട്ടില്ല. ഇതുപോലെ തന്നെയാണ് സരിൻ. അപ്പോൾ സരിൻ്റെ വ്യക്തിത്വത്തിൽ ഒരു വ്യത്യാസവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പരിചയപ്പെട്ട അതേ സരിൻ തന്നെയാണ് ഇന്ന് ഈ 2024 ഞാൻ കാണുന്ന സരിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന വാക്കുകൾ, സരിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് നടുവിൽ നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞങ്ങൾ ഫാമിലി പോലും, ഞാനും മോളും അടങ്ങുന്ന ഫാമിലി പോലും സരിൻ രണ്ടാമതായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളൂ. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് സരിനെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അതിവൺ സരിനെ വിമർശിക്കുന്ന ആളുകൾക്ക് പോലും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം നാട്ടുകാർക്ക് നടുവിൽ നിൽക്കുന്നതും അവരെ കേൾക്കുന്നതും അവരുടെ കാര്യങ്ങൾ തന്നാൽ കഴിയുന്ന വിധം പരിഹരിക്കുന്നതുമാണ് സരിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു ജനപ്രതിനിധി ആവുകയാണെങ്കിൽ, അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ നാടിന് വേണ്ടി ചെയ്യും എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ കുടുംബത്തെ കൂടി രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സമീപനം, പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് കാലം കൂടി ആകുമ്പോൾ അതിനൊരു മാറ്റമില്ല. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കളോട് എന്താണ് പറയാനുള്ളത്? അത് ഞാൻ പറഞ്ഞു, എനിക്കതിൽ പരാതിയൊന്നുമില്ല. കാരണം എൻ്റെ ഭർത്താവ് 2016, പക്ഷേ 2016 പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പൊതുജീവിതത്തിലേക്ക് ഇറങ്ങി എന്നുണ്ടെങ്കിലും ഞാൻ സരിനെ പരിചയപ്പെടുത്ത് അടുത്തറിയുന്ന സമയം മുതൽ തന്നെ സരിൻ എന്നോട് പറയുന്ന കാര്യമാണ്, എൻ്റെ ഭാവിയിൽ ഞാൻ ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫൈനലായിട്ടുള്ള എൻ്റെ എയിം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനമാണ്. എനിക്ക് ജനങ്ങൾക്ക് നടുക്കിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ഇഷ്ടമെന്ന് എന്നും പറയുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കുമല്ലോ. കാര്യം ഇങ്ങനെ ഒരു ജീവിതമാണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ലെങ്കിൽ 2016 ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് വലിച്ചഴയ്ക്കുക എന്നുള്ളൊരു, പക്ഷേ അതിലും കൂടുതൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ. രാഷ്ട്രീയമാണ്, സ്വാഭാവികമായിട്ടും വിവാദവും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതെ, അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. കാര്യം രാഷ്ട്രീയത്തിൽ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം. ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ സരിൻ്റെ കൂടെ നിൽക്കുന്നതും. അപ്പോൾ ഇതിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷേ അതിനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. എങ്കിലാണ് നമുക്ക് ഇതിൽ നിൽക്കാൻ സാധിക്കും. വ്യക്തിപരമായി ഇത് ഭയങ്കരമായി ബാധിക്കാറുണ്ടോ? വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തുടക്കത്തിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ കാലം 2018 മുതലാണ്. അന്നൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ, അതിപ്പോൾ സരിൻ വഴിയല്ല കേട്ടോ, എനിക്ക് തന്നെ നമ്മൾ പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് സൈബർ ബുള്ളിങ് ഞാൻ കാരണം തന്നെ എനിക്ക് ഇഷ്ടം പോലെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിലൊക്കെ നമുക്ക് ആരെപ്പോലെയും എനിക്ക് വിഷമമുണ്ടായിരുന്നു ഇങ്ങനത്തെ കമൻറ്റുകൾ വായിക്കുമ്പോഴൊക്കെ. പക്ഷേ കാലക്രമേണ എനിക്ക് മനസ്സിലായി, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നല്ല തൊലിക്കെട്ടി നിങ്ങൾക്ക് വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ കരഞ്ഞു പിഴിഞ്ഞു ഓടാനാണെങ്കിൽ നമുക്ക് അവിടെ ഒരിക്കലും നിലനിൽപ്പില്ല. അപ്പോൾ ഞാനത് ബോധപൂർവം ഈ വർഷങ്ങളിലായി എടുത്ത ഒരു തീരുമാനമാണ്. ഞാൻ സോഷ്യൽ മീഡിയ എൻ്റെ സംവേദന മാർഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അത് തിരഞ്ഞെടുത്ത് തീരുമാനിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഞാൻ ഇതും പ്രതീക്ഷിക്കണ്ടേ? നല്ലത് മാത്രം പ്രതീക്ഷിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. അവിടെ നല്ലതുമുണ്ട് ചീത്തയുണ്ട്. ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ് ചെയ്യുന്ന ആളുകളും അങ്ങനെയുള്ളൊരു മനോവൈകല്യമുള്ള ആളുകളാണ്. അവരെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് താഴെ വന്ന് നമ്മൾ എന്ത് ചെയ്താലും
ചീത്ത പറയാൻ കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ആ വഴിക്ക് വിടുക, അതിനെ എന്ത് വില കൊടുക്കണമെന്ന് നമ്മൾ ഉള്ളിൽ തീരുമാനിച്ച് അതിനെ ആ വഴിക്ക് വിടുക. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് എത്തുന്നുണ്ട് പ്രചാരണത്തിന്. ഇപ്പം പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ ട്രോൾ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ പി സരൺ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയ പല പ്രതികരണങ്ങളും ഒക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വേദി പങ്കിടാൻ പോവുകയാണ്, എന്താണ് തോന്നുന്നത്? അല്ല, അതാണല്ലോ അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതികൾ. അപ്പോൾ അതിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ സരിൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു മുമ്പ് പറയാനുള്ള കാരണം, ഇപ്പം മാറാനുള്ള കാരണം, അതിനൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്. അത് അദ്ദേഹം പറയേണ്ട കാര്യങ്ങളുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല, അത് സരിൻ തിരഞ്ഞെടുത്ത വഴിയാണ്. സരിനുള്ള ബോധ്യങ്ങളിലാണല്ലോ സരിൻ ഇതൊക്കെ ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് ബോധ്യമുള്ളിടത്തോളം കാലം അതാണ് ഏറ്റവും ബെസ്റ്റ് മറുപടി അദ്ദേഹത്തിനായിരിക്കും നടത്തുന്നത്. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി എത്തുമ്പോൾ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു രാഷ്ട്രീയ വേദിയിൽ ഇരിക്കാൻ, ഞാൻ രാഷ്ട്രീയക്കാരിയല്ല. കാര്യം എനിക്ക് അങ്ങനെ ഒരു, ഞാൻ സരിൻ്റെ ഭാര്യയായിട്ട്, എത്ര കാൻഡിഡേറ്റിൻ്റെ ഭാര്യമാർ ഇങ്ങനെയുള്ള കൺവെൻഷനിൽ പോയിരിക്കുന്നുണ്ട് ഭാര്യ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ അവിടെ പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം ഞാൻ ഒന്നാമത് തീരുമാനിച്ചിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പൊളിറ്റിക്കൽ ഫിഗറേ അല്ല. എനിക്ക് അവിടെ പോവേണ്ട അല്ലെങ്കിൽ അവിടെ സംസാരിക്കാനുള്ള എൻ്റെ സ്പേസേ വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എനിക്കൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, വളരെയധികം നന്ദി. അപ്പോൾ ഡോക്ടർ സൗമ്യ സരൻ ആണ് നമ്മോടൊപ്പം ചേർന്നത്. എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ മറുപടി സൗമ്യ പറയുകയായിരുന്നു. ക്യാമറാമാൻ അനുവി നായർക്കൊപ്പം പ്രവിത ലക്ഷ്മി, 24 പാലക്കാട്.